പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കെം ടോക്കിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലെ 7ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. 6 വീഡിയോയാണ് ഈ ചാനലിലൂടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യപ്പെട്ടത്. 6 വീഡിയോയും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഈ 7ാമത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മറ്റ് 6 വീഡിയോയുടെയും ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി നിങ്ങൾ കാണാത്ത വീഡിയോ കാണുക, മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പരിചയപ്പെടുക, അതോടൊപ്പം പരീക്ഷയ്ക്ക് വരാവുന്ന പ്രധാന പോയിൻറ്റ്സുകൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായി പഠിച്ചെടുക്കുക, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പലരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് സാറേ വളരെ ഉപകാരപ്പെടുന്നു എന്നറിയിക്കുന്നു. സന്തോഷമുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ +1 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, +2 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ ആവശ്യമായ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നും കൂടെ അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന 4ാം ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്. ആ പാർട്ട് തുടങ്ങുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. നമുക്കൊക്കെ അറിയാം, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുമ്പോൾ തന്നെ അറിയുന്നൊരു കാര്യം, ആറ്റംസ് കൂടിയിട്ടാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത്, തന്മാത്ര ഉണ്ടാകുന്നത്. ഈ തന്മാത്രയുണ്ടാകുമ്പോൾ ആ തന്മാത്രയിലെ ഇൻറ്റേർണലായ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു തിയറിയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഇത് പ്രസ്താവിച്ച സയൻറ്റിസ്റ്റ് ഹണ്ട് ആൻഡ് മുല്ലിഗൻ എന്ന 2 സയൻറ്റിസ്റ്റുകളാണ്. അവരെന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട 3 പോയിൻ്റുകൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ആറ്റംസ് കൂടിച്ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ ആ മോളിക്യൂളിലുള്ള ഓർബിറ്റലുകൾ എന്തായിട്ട് മാറും? മോളിക്കുലാർ ഓർബിറ്റലായിട്ട് മാറും. ആറ്റംസിലുള്ള ഓർബിറ്റൽ അറ്റോമിക് ഓർബിറ്റലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആറ്റംസ് കൂടിച്ചേർന്നുണ്ടാകുന്ന മോളിക്യൂളിലെ ഓർബിറ്റൽ ഏതാണ്? മോളിക്കുലാർ ഓർബിറ്റലാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് തന്നെ അതാണ്, മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക ഓർബിറ്റലുകളുടെ കൂടിച്ചേരൽ മുഖേനയാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് ആയല്ലോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ഹൗ ആർ മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ്? ആൻസർ എന്താണ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ്, അറ്റോമിക് ഓർബിറ്റലിൻ്റെ കോമ്പിനേഷൻ കൂടിച്ചേരുക എന്ന് പറയുന്നത് 2 രൂപത്തിലാണ് നടക്കുക. ഒന്ന് അഡീഷനാണ്. അഡീഷൻ എന്ന് പറയുമ്പോൾ അട്രാക്ഷനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. മറ്റൊന്ന് സബ്സ്ട്രാക്ഷനാണ്. മൈനസ് ചെയ്യാൻ നമ്മൾ പൊതുവെ പറയില്ലോ അല്ലേ? ഈ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അട്രാക്ഷനെയല്ല, റിപ്പൾഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നത് കോമ്പിനേഷനിലൂടെയാണ്. ആ കോമ്പിനേഷൻ 2 രൂപത്തിലാണ്. ഒന്നാമത്തെ കോമ്പിനേഷൻ അഡീഷൻ എന്ന് പറയുന്ന അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ കോമ്പിനേഷനാണ്. ഓക്കെ, ഇങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സിലൂടെ അഡീഷനിലൂടെ അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ അങ്ങനെ കിട്ടുന്ന മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ പേരാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഓക്കെ, ഈ ഒരു പോയിൻ്റ് ഓർത്തിരുന്നാൽ മതി. അറ്റോമിക് ഓർബിറ്റൽ അഡീഷനിലൂടെ കൂടിച്ചേർന്നാൽ അതിനെന്ത് പറയും? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായും അറ്റോമിക് ഓർബിറ്റൽ കൂടിച്ചേരുന്നത് സബ്സ്ട്രാക്ഷനിലൂടെയാണെങ്കിൽ ആ മോളിക്കുലാർ ഓർബിറ്റലിനെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റായി. എന്താണ്? മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് അഡീഷനിലൂടെയാണെങ്കിൽ അതിനെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നും, സബ്സ്ട്രാക്ഷനിലൂടെയാണെങ്കിൽ
അതിനെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നും പറയും. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിനെ സ്റ്റാർ ഇട്ടാണ് കാണിക്കുക. എക്സാമ്പിൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ തിയറി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ആർ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ്? ഒന്ന് അഡീഷൻ, മറ്റൊന്ന് സബ്സ്ട്രാക്ഷൻ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൻ്റെ ഒരു കാര്യം, അത് അഡീഷനിലൂടെയാണ് ഉണ്ടാകുന്നത്. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ സബ്സ്ട്രാക്ഷനിലൂടെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡിഫറൻസ്, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് എനർജി കുറവായിരിക്കും. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് എനർജി കൂടുതലായിരിക്കും. ആരേക്കാൾ? കൂടിച്ചേരുന്ന അറ്റോമിക് ഓർബിറ്റലിൻ്റെ ഊർജത്തേക്കാൾ, എനർജിയേക്കാൾ. ഓക്കെ, തേർഡ് സ്ക്രീനിലേക്ക് നോക്കുക. മൂന്നാമത്തെ പോയിൻ്റ്, ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ മോളിക്കുലർ ഓർബിറ്റൽ ആസ് പെർ അഫ്ബ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ. അതായത് മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് അഫ്ബ പ്രിൻസിപ്പിളും പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂളിനെയും ഒബേ ചെയ്തിട്ടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്: ഒന്ന്, മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നത് അറ്റോമിക് ഓർബിറ്റൽ കൂടിച്ചേർന്നിട്ടാണ്. അറ്റോമിക് ഓർബിറ്റലിൻ്റെ കൂടിച്ചേരൽ രണ്ട് രൂപത്തിലുണ്ട്, അഡീഷനും സബ്സ്ട്രാക്ഷനും. അഡീഷനിലൂടെ ഉണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റലിനെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നു. സബ്സ്ട്രാക്ഷനിലൂടെ ഉണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റലിനെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നു. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് കൂടിച്ചേരുന്ന അറ്റോമിക് ഓർബിറ്റലിനേക്കാൾ എനർജി കുറവായിരിക്കും. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് കൂടിച്ചേരുന്ന അറ്റോമിക് ഓർബിറ്റലിനേക്കാൾ എനർജി കൂടുതലായിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് അഫ്ബ പ്രിൻസിപ്പിളും പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂളും ഒബേ ചെയ്തിട്ടാണ്. ഇതാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ തന്മാത്ര ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജൻ്റെ രണ്ട് ആറ്റങ്ങൾ കൂടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് ഓർബിറ്റൽ കൂടിച്ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്ന ഒരു ഡയഗ്രം നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കൂ, സ്ക്രീനിലേക്ക് നോക്കൂ. രണ്ട് ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1. അതാണ് ആ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ഹെഡ് ആരോ ഉള്ളത്. അതൊരു ഇലക്ട്രോണിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ രണ്ട് ഹൈഡ്രജനും കൂടിച്ചേർന്നപ്പോൾ മോളിക്യൂൾ ഉണ്ടായി. അതാണ് ആ സെൻറ്റർ പാർട്ടിൽ H2 മോളിക്യൂൾ എന്ന് പറഞ്ഞത്. ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായി. ഹൈഡ്രജൻ മോളിക്യൂളിന് രണ്ട് മോളിക്കുലർ ഓർബിറ്റൽ കണ്ടോ? ഒന്ന് സിഗ്മ 1s എന്ന് പറയുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും മറ്റൊന്ന് സിഗ്മ സ്റ്റാർ 1s എന്ന് പറയുന്ന ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും. ആർക്കാണ് എനർജി കുറവ്? മോളിക്കുലർ ഓർബിറ്റലായ സിഗ്മ 1sന്. ആർക്കാണ് എനർജി കൂടുതൽ? ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലായ സിഗ്മ സ്റ്റാർ 1sന്. ഓക്കെ, അതിൽ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്ത് നോക്കൂ. ഇലക്ട്രോൺ ആകെ എത്ര എണ്ണം ഉണ്ട്? രണ്ട് ആറ്റം കൂടെ കൂടിച്ചേരുമ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോണും സിഗ്മ 1s എന്ന് പറയുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ വന്നത് കണ്ടോ? എന്താ അതിൻ്റെ കാരണം? ബോണ്ടിങ് ഫില്ല് ചെയ്തതിന് ശേഷമേ ആൻറ്റി ബോണ്ടിങ്ങിലേക്ക് ഇലക്ട്രോൺ പോവുള്ളൂ. അതാണ് അഫ്ബ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പോൾ അഫ്ബ പ്രിൻസിപ്പിൾ പ്രകാരം ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സിഗ്മ 1s2 എന്നാണ്. ഓക്കെ, ഈ ചിത്രം എഴുതി വരച്ചെടുത്ത് പഠിക്കണം. ഓക്കെ, മറ്റൊരു പ്രധാന കാര്യം, നമുക്ക് മോളിക്കുലാർ ഓർബിറ്റലുകളുടെ ഓർഡർ പഠിക്കണം, എനർജിയുടെ ക്രമം പഠിക്കണം. 1s കഴിഞ്ഞിട്ട് 2s ആണ്, 2s കഴിഞ്ഞ് 2p ആണ് എന്നുള്ള ഓർഡർ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ ഓർഡറും നമുക്ക് പഠിക്കണം. അപ്പം ഒന്ന് നോക്കാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. അതായത് ഹെവിയർ മോളിക്യൂളായ നൈട്രജന് ശേഷമുള്ള ഡയാറ്റമിക് മോളിക്യൂൾ. നൈട്രജന് ശേഷമുള്ള ഡയാറ്റമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതാ O2, F2, Ne2 തുടങ്ങിയ മോളിക്യൂള് അല്ലേ? അപ്പം നൈട്രജൻ മോളിക്യൂളിന് ശേഷമുള്ള
മോളിക്യൂളുകൾക്കൊരു പ്രത്യേക ഓർഡറാണ്. നോക്കൂ ആ ഓർഡർ. സിഗ്മ 1s അതിനേക്കാൾ എനർജി കൂടുതൽ, സിഗ്മ സ്റ്റാർ 1s നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ നിന്ന് കണ്ടു അല്ലേ. അത് കഴിഞ്ഞിട്ട് സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz, പൈ 2px ഈക്വൽ ടു പൈ 2py. രണ്ടിനും എനർജി തുല്യമായതുകൊണ്ടാണ് അങ്ങനെ ഈക്വൽ ടു എന്ന് കൊടുത്തത്. അതിനുശേഷം പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. ഓക്കെ. അതിനുശേഷം സിഗ്മ സ്റ്റാർ 2pz. ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോണാണ് വരിക. അപ്പോൾ സിഗ്മ 1s 2, സിഗ്മ സ്റ്റാർ 1s 2, സിഗ്മ 2s 2, അങ്ങനെ എല്ലാത്തിലും 2 വെച്ചാണ് കൊടുക്കുകയാണെങ്കിൽ മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 20 ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ഓർഡറിലുണ്ട്. ഓക്കെ. അതിന് തൊട്ട് താഴെ കണ്ടോ മറ്റൊരു ഓർഡർ. ആ ഓർഡർ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഹൈഡ്രജൻ മോളിക്യൂൾ മുതൽ നൈട്രജൻ മോളിക്യൂൾ വരെ വരുന്ന ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റലുകളുടെ എനർജിയുടെ ഓർഡറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. പിന്നെ പൈ 2px ഈക്വൽ ടു പൈ 2py, സിഗ്മ 2pz, പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py, ദെൻ സിഗ്മ സ്റ്റാർ 2pz. നിങ്ങൾ ഈ 2 ഓർഡറും നോക്കിയേ. നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച സമയത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു ചെറിയ ചേഞ്ചല്ലേ ഉള്ളൂ. പൈ 2px ഈക്വൽ ടു പൈ 2py എന്നത് ഒന്ന് മുന്നിലോട്ട് വന്നു. ആരെ മുന്നിലേക്ക് വന്നു? സിഗ്മ 2pzൻ്റെ മുന്നിലേക്ക് വന്നു. വേറൊരു മാറ്റവും അതിലില്ല. ബാക്കിയൊക്കെ ഈക്വലാണ്. ഇത് നമുക്ക് ഡയഗ്രാം വെച്ചിട്ടൊന്ന് ഇപ്പോൾ കാണാം. നോക്കൂ, എല്ലാവരും സ്ക്രീനിലേക്ക് തന്നെ നോക്കുക. അതിൻ്റെ ഡയഗ്രാം ഒന്ന് കാണാം നമുക്ക്. എല്ലാവരും ഓർക്കേണ്ടത് ഈ ഓർഡർ ഒന്ന് ഒരു 2-3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഒരു ന്യൂസ് പ്രിൻറ്റിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതി നോക്കുക. ശരിയാവുന്നുണ്ടോ നോക്കുക. അങ്ങനെ അത് ശരിയാകുന്നത് വരെ 2-3 പ്രാവശ്യം എഴുതിയിട്ട് അങ്ങോട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുമെന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കണം. ഓക്കെ. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഡയഗ്രാം നോക്കുക. ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ തുടങ്ങിയ വലിയ ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ ഓർഡറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഡയഗ്രാം നോക്ക്. ആദ്യം ആരാ? സിഗ്മ 1s. ആ സെൻറ്ററിലൂടെയാണ് നോക്കുക. പിന്നെ വരുന്നത് സിഗ്മ സ്റ്റാർ 1s. പിന്നെ ആരാ? സിഗ്മ 2s. പിന്നെ സിഗ്മ സ്റ്റാർ 2s. പിന്നെ ആരാ? സിഗ്മ 2pz. പൈ 2px ഈക്വൽ ടു പൈ 2py എന്ന് കാണിക്കാൻ വേണ്ടി ആ 2 ബോക്സ് ഒന്നിച്ച് കൊടുത്ത് കണ്ടില്ലേ. അപ്പോൾ അവരെ എനർജി ഈക്വലാണെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. ഏറ്റവും മുകളിൽ സിഗ്മ സ്റ്റാർ 2pz. നേരത്തെ നമ്മൾ കണ്ട ആ ഓർഡർ പ്രകാരം തന്നെയാണ് ആ ചിത്രം ഉള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിന് പ്രത്യേകത ഉണ്ട്. ഇത് ഓക്സിജൻ മോളിക്യൂളിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് വരച്ചൊരു ചിത്രം കൂടിയാണ്. അതുകൂടെ അപ്പോൾ ഈ ഒരു ചിത്രം പഠിച്ചു കഴിഞ്ഞാൽ 2 കാര്യം നമുക്കുണ്ട്. ഒന്ന്, ഓക്സിജന് ശേഷം ഓക്സിജനും ഫ്ലൂറിനും നിയോണും തുടങ്ങിയ ഡയാറ്റമിക് മോളിക്യൂളുകളുടെ, അതായത് 2 ആറ്റമുള്ള മോളിക്യൂളുകളുടെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം പഠിക്കാനായി. മറ്റൊന്ന്, ഓക്സിജൻ മോളിക്യൂളിൻ്റെ ചോദിക്കുകയാണെങ്കിൽ അതിന് മാത്രം വരച്ചു കൊടുക്കാൻ പറ്റിയൊരു സംഭവം ഇതിലുണ്ട്. ഓക്സിജൻ മോളിക്യൂളിൽ ആകെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക? ഒരു ഓക്സിജനിൽ 8. അപ്പോൾ 2 ഓക്സിജൻ കണ്ടോ? ഒരു ഓക്സിജൻ ഈ സൈഡിലും വേറൊരു ഓക്സിജൻ അങ്ങേ സൈഡിലും കണ്ടോ? അത് കൂടിയിട്ട് O2 എന്ന് പറഞ്ഞ മോളിക്യൂളായി മാറി. O2 മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? പറയ്. 16 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? ആ 16 ഇലക്ട്രോൺ അവിടെ കൊടുത്തു നോക്കിയേ. സിഗ്മ 1s 2 ഏറ്റവും താഴെ. അതിൻ്റെ മുകളിൽ സിഗ്മ സ്റ്റാർ 1s 2, അപ്പോൾ 4 ആയി. സിഗ്മ 2s 2, അപ്പോൾ 6 ആയി. സിഗ്മ സ്റ്റാർ 2s 2, അപ്പോൾ മൊത്തം 8 ആയി. പിന്നെ സിഗ്മ 2pz എത്ര? 2, അപ്പോൾ എത്രയായി? 10 ആയി. പിന്നെ പൈ 2px ഈക്വൽ ടു പൈ 2py എന്നുള്ളതിൽ 2, 2, ഇപ്പോൾ എത്രയായി? 14 ആയി. ഇനി എത്ര ഉണ്ട്? 2 ഉണ്ട്. അത് പൈ സ്റ്റാർ 2px-ൽ1 പൈ സ്റ്റാർ 2py-ൽ1 കൊടുത്തു. ഓക്കെ. ഇനി അങ്ങോട്ട് കൊടുക്കാനില്ല 16. അപ്പോൾ ലാസ്റ്റിലെ ഓർബിറ്റൽ, മോളിക്കുലർ ഓർബിറ്റൽ വാക്കൻ്റാണ്. അപ്പോൾ ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം വരക്കാൻ ചോദിച്ചാൽ ഈ ചിത്രമാണ് വരക്കേണ്ടത്. ക്ലിയർ അല്ലേ? നന്നായി വരച്ച് പഠിക്കുക. പ്രധാനമാണ്, ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്.
അപ്പോൾ ഈ സൈഡിൽ കൊടുത്ത ബോക്സിലൊക്കെ ഇലക്ട്രോൺ എന്താ റെപ്രസെൻ്റ് ചെയ്ത് നോക്കുക. ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4 എന്നാണ്. അതന്നെയല്ലേ നോക്കുക, സൈഡിൽ നോക്കുക. 1s2 ഈ സൈഡിലുള്ള ബോക്സിൽ 2 ഉണ്ട്. 2s2 സൈഡിലെ ബോക്സ്, അതായത് രണ്ടാമത്തെ ബോക്സിൽ 2 ഉണ്ട്. പിന്നെ 2p4 ഇല്ലേ നോക്കിയേ, ആ 3 ഓർബിറ്റൽ കാണിക്കുന്നു. 2p എന്ന് കാണിക്കണം അവിടെ നോക്കുക. 4 ഇലക്ട്രോൺ ഇല്ലേ, ഒരു ബോക്സിലൊന്ന്, വേറെ ബോക്സിലൊന്ന്, മറ്റേ ബോക്സിൽ 2, മൊത്തം 4. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം ഓഫ് ഓക്സിജൻ. അതേപോലെ ഇങ്ങേ സൈഡ് കൊടുത്തു നോക്കൂ, നൈട്രജൻ മോളിക്യൂളിൻ്റെ. ആ നൈട്രജൻ മോളിക്യൂളിൻ്റെ കേസിൽ ആകെ എത്ര ഇലക്ട്രോണാണ് നൈട്രജൻ മോളിക്യൂളിൽ ഉണ്ടാവുക? ഒരു നൈട്രജനിൽ 7. അപ്പോൾ N2 ആണ് നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞത്. ആ മോളിക്യൂളിൽ 14 ഇലക്ട്രോൺ ഉണ്ടാവും. 14 ഇലക്ട്രോണിലെ നോക്കിയേ, സിഗ്മ 1s 2, സിഗ്മ സ്റ്റാർ 1s 2, സിഗ്മ 2s 2, സിഗ്മ സ്റ്റാർ 2s 2 അല്ലേ? പിന്നെന്താ, പൈ 2p x = പൈ 2p y എന്നുള്ളതാണ്. ആ രണ്ട് ഡയഗ്രത്തിലൊരു വ്യത്യാസം മനസ്സിലായി. ആ രണ്ട് ഓർബിറ്റൽ പൈ 2p എക്സും പൈ 2p വൈയും ഉള്ളത് ഇങ്ങോട്ട് താഴോട്ട് വന്നു. ഏത് നൈട്രജൻ മോളിക്യൂളിൽ ആ ചെറിയ ചേഞ്ച് മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി അതാ ഓക്കെ അല്ലേ? ഇലക്ട്രോൺസൊക്കെ കൊടുത്തിട്ട് 14 ഇലക്ട്രോൺ ഉണ്ട്. ആ സെൻറ്ററിലൂടെ നോക്കിയാൽ 14 ഇലക്ട്രോൺ നമുക്ക് എണ്ണാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ഓർബിറ്റൽ എനർജി ഡയഗ്രവും വരച്ച് പഠിക്കുക. പ്രത്യേകിച്ചൊരു കാര്യം കൂടെ അതിൽ നോക്കാനുണ്ട്, നോക്കുക. ഇതിലെ അവസാനത്തെ മോളിക്കുലർ ഓർബിറ്റൽ ഓക്സിജനിൽ പൈ സ്റ്റാർ 2p x = പൈ സ്റ്റാർ 2p y എന്നാണ്. അതിൽ ഓരോ ഇലക്ട്രോണാണുള്ളത്. അതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇലക്ട്രോണുകൾ അൺപെയർഡായിട്ട് നിൽക്കുകയാണെങ്കിൽ, ജോഡി അല്ലാതെ നിൽക്കുകയാണെങ്കിൽ, ആ മോളിക്യൂളിനെ നമ്മൾ പാരാമാഗ്നറ്റിക് മോളിക്യൂൾ എന്ന് പറയും. അപ്പോൾ ഓക്സിജൻ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? അതിൻ്റെ പൈ സ്റ്റാർ 2p എക്സിലും പൈ സ്റ്റാർ 2p വൈയിലും ഓരോ ഇലക്ട്രോണുകളാണുള്ളത്, ജോഡിയല്ലാത്ത ഇലക്ട്രോണുകളാണുള്ളത്. അതുകൊണ്ട് ഓക്സിജൻ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്. എന്നാൽ നൈട്രജൻ മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ടാണ് നോക്കൂ, ആ സെൻറ്ററിലുള്ളതാണല്ലോ മോളിക്കുലർ ഓർബിറ്റൽസ്. ആ മോളിക്കുലർ ഓർബിറ്റൽസിലെ എല്ലാം ഫിൽഡാണ്. പ്രത്യേകിച്ച് അതിൻ്റെ അവസാനത്തെ സിഗ്മ 2p z എന്ന് പറയുന്ന ഓർബിറ്റലിൽ പെയർഡ് ഇലക്ട്രോണാണുള്ളത്, ജോഡിയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മോളിക്കുലാർ ഓർബിറ്റലിലെ ഇലക്ട്രോണുകൾ ജോഡിയായിട്ടാണ് ഫുള്ള് നിൽക്കുന്നതെങ്കിൽ ആ മോളിക്യൂളിനെ ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നു. ക്ലിയർ? അപ്പോൾ ഒരു ക്വസ്റ്റ്യന് ഇവിടെ ആൻസറായി. ഓക്സിജൻ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്, നൈട്രജൻ മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ട്? ഉത്തരമായല്ലോ. ഓക്കെ, ചില എക്സാമ്പിളുകൾ നമ്മൾ നോക്കാം. സ്ക്രീനിലേക്ക് നോക്കുക. ഹൈഡ്രജനിൽ എത്ര മൊത്തം ഇലക്ട്രോൺ ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോളിക്യൂൾ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? സിഗ്മ 1s2. അത് ജോഡിയായിട്ടാണ് നിൽക്കുന്നത്. ദെയർഫോർ ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. അടുത്തത് He2+. He2 എന്നാണെങ്കിൽ ഹീലിയത്തിൽ 2 ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ He2ൽ 4 ഇലക്ട്രോണായി. He2+ എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ കുറഞ്ഞു. അപ്പോൾ 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അപ്പോൾ കോൺഫിഗറേഷൻ പറഞ്ഞേ, അതാ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s1. 3 ഇലക്ട്രോൺ അല്ലേ? ഈസ് ഇറ്റ് പാരാമാഗ്നറ്റിക് ഓർ ഡയാമാഗ്നറ്റിക്? പാരാമാഗ്നറ്റിക് ആണ്. കാരണം അൺപെയർഡ് ഇലക്ട്രോൺ, ഒരു ജോഡിയല്ലാത്ത ഇലക്ട്രോൺ ഉണ്ട്. സിഗ്മ സ്റ്റാർ 1s1 എന്നാണുള്ളത്. അത് ജോഡിയല്ല, അതുകൊണ്ട് പാരാമാഗ്നറ്റിക് ആണ്. അടുത്തത് Li2. ലിഥിയത്തിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 3 ഇലക്ട്രോൺ. അപ്പോൾ Li2ൽ എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ. കോൺഫിഗറേഷൻ കൊടുത്തു നോക്കുക. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2 എല്ലാം ജോഡിയല്ലേ? ദെയർഫോർ ഡയാമാഗ്നറ്റിക്. അടുത്ത Be2. ബെർലിയം എത്രാമത്തെ ഇലക്ട്രോണാ? ആറ്റമാണ്, 4ാമത്തെ. അറ്റോമിക് നമ്പർ 4 ബെർലിയത്തിൻ്റെ. അപ്പോൾ Be2ൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8 ഇലക്ട്രോൺ ഉണ്ടാവും. കോൺഫിഗറേഷൻ കൊടുത്ത് നോക്കൂ. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2 ഡയാമാഗ്നറ്റിക്. ഓക്കെ അല്ലേ? B2 എന്തുകൊണ്ടാണ് പാരാമാഗ്നറ്റിക് ആയതെന്ന് അവിടെ കാണാം. C2 എന്തുകൊണ്ടാണ് ഡയാമാഗ്നറ്റിക് ആയത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. N2 ഡയാമാഗ്നറ്റിക് ആണ്. കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെക്കുക. O2- പാരാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ടാണ്? നേരത്തെ ഓർഡറും ഇപ്പോഴത്തെ ഓർഡറും വെച്ചൊന്ന് നോക്കുക. അടുത്തത് F2. ഈസ് ഇറ്റ് ഡയാമാഗ്നറ്റിക് ഓർ പാരാമാഗ്നറ്റിക്? മനസ്സിലായില്ലേ? F2ൽ ആകെ എത്ര ഇലക്ട്രോൺ? ഫ്ലോറിനിൽ 9.
അപ്പോൾ F2-ൽ 18 ഇലക്ട്രോണുകളെ നേരത്തെ പഠിച്ച ഓർഡർ പ്രകാരം നമ്മൾ കോൺഫിഗറേഷനിൽ കൊടുത്തു നോക്കുക. കൊടുക്കുമ്പോൾ എല്ലാം പെയർഡാണ് നമുക്ക് മനസ്സിലാവും. ദെയർഫോർ ദാറ്റ് ഇസ് ഡയാമാഗ്നറ്റിക്. ഓക്കെ, അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ്, വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് തന്മാത്രയുടെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. എങ്ങനെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റുക? അതിന് 2 നമ്പറുകൾ നമുക്ക് കിട്ടണം. ഒന്ന് NB ആണ്. സ്റ്റാർ ഉള്ള മോളിക്കുലർ ഓർബിറ്റലാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. സ്റ്റാർ ഇല്ലാത്ത മോളിക്കുലർ ഓർബിറ്റലാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പോൾ സ്റ്റാർ ഇല്ലാത്ത മോളിക്കുലർ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക, അതാണ് NB. സ്റ്റാർ ഉള്ള മോളിക്കുലർ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക, അതാണ് NA. ഇനി എങ്ങനെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റുക? NB എന്ന് പറയുന്നത് NAയേക്കാൾ കൂടുതലാണെങ്കിൽ ആ മോളിക്യൂൾ സ്റ്റേബിളാണ്. ഓക്കെ, NAയും NBയും കണ്ടെത്തുക. എന്നിട്ട് NB NAയേക്കാൾ കൂടുതലാണെങ്കിൽ ആ മോളിക്യൂൾ സ്റ്റേബിളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എന്നിട്ട് അതിൽ നിന്ന് NBയും NAയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റുക എന്നുള്ളത്. നമ്പർ 2, മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയാൻ പറ്റും. തന്മാത്രയുടെ മാഗ്നറ്റിക് കാന്തിക സ്വഭാവം പറയാൻ പറ്റും. പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്. എല്ലാ ഇലക്ട്രോണും ജോഡിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതേതാണ്? ഡയാമാഗ്നറ്റിക് ആണ്. നേരത്തെ 1-2 എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞല്ലോ. അടുത്തത്, ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏത്? മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയാൽ നമുക്ക് ബോണ്ട് ഓർഡർ കാണാം. ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 1/2 × NB - NA. What is NB? Number of electron in bonding molecular orbital. What is NA? Number of electron in anti-bonding molecular orbital. യെസ്, അപ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങൾ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ലഭിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചില മോളിക്യൂളുകളുടെ ബോണ്ട് ഓർഡർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാവാം ഇനി. അതിലൊന്ന് ഒരു എക്സാമ്പിൾ തരാം, N2. വേറൊരു എക്സാമ്പിൾ തരാം, O2. വേറൊരു എക്സാമ്പിൾ O2+. വേറൊരു എക്സാമ്പിൾ O2-. ഈ 4 പേരുടെയും ബോണ്ട് ഓർഡർ എങ്ങനെ കാണാം എന്നുള്ളത് നമുക്കൊന്ന് കാണാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കൂ. N2, ഹൗ മെനി ഇലക്ട്രോൺ ഇൻ N2? 14 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്തായിരിക്കും? MO കോൺഫിഗറേഷൻ. സ്ക്രീനിലേക്ക് നോക്കുക. σ1s2, σ*1s2, σ2s2, σ*2s2, π2px2, π2py2, σ2pz2. ടോട്ടൽ 14 ആയില്ലേ നോക്കിയേ. ഇനി 16 ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഓർബിറ്റൽ കഴിഞ്ഞിട്ടുള്ള ഓർബിറ്റലിൽ കൊടുക്കണം. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ 14 ഉള്ളൂ, അവിടെ അവസാനിച്ചു. അതിൽ NB എത്ര, NA എത്ര നോക്കൂ. ഈ കോൺഫിഗറേഷനിൽ NB എത്ര? N2ൻ്റെ NB, നൈട്രജൻ മോളിക്യൂളിൻ്റെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം. σ1s2ൽ 2, σ2sൽ 2, π2pxൽ 2, π2pyൽ 2, σ2pzൽ 2. അപ്പോൾ മൊത്തം NB 10 ഉണ്ട്. റെഡിയല്ലേ? ഇനി സ്റ്റാർ ഉള്ളതിൽ 4 ഇലക്ട്രോണും ഉണ്ട്. σ*1sലും σ*2sലും 2, 2. അപ്പം മൊത്തം 4. അപ്പോൾ എന്തായി? 1/2 × 10 - 4 = 3. ക്ലിയർ അല്ലേ? അടുത്ത് ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ. ഓക്സിജൻ്റെ കോൺഫിഗറേഷന് ഓക്സിജൻ മോളിക്യൂളിൽ മൊത്തം എത്ര ഉണ്ടാവും? 16 ഉണ്ട്. ഇതേപോലെ എഴുതി പോയാൽ 16 വരും. ആ 16ൽ എത്ര വരിക? ആൻറ്റി ബോണ്ടിങ്ങിൽ 6ഉം ബോണ്ടിങ്ങിൽ 10ഉം. ഓക്കെ അല്ലേ? അപ്പോൾ 10 - 6 സമത്രായി 2. അപ്പോൾ ബോണ്ട് ഓർഡർ ഓഫ് O2 ഈസ് 2. ഇനി O2+. ആകുമ്പോൾ O2 മോളിക്യൂളിൽ 16 ആണെങ്കിൽ O2+ൽ 1 ഇലക്ട്രോൺ കുറയും. അപ്പോൾ 1 കുറയുമ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിൽ നിന്ന് 1 ഇലക്ട്രോൺ കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ π*2pxൽ 1 ഉണ്ടാവും, π*2pyൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബോണ്ട് ഓർഡർ എത്രയായി? 2.5 ആയി ചുരുങ്ങും. അടുത്ത് O2-ൽ 1 ഇലക്ട്രോൺ അധികമായിരിക്കും. ആരേക്കാൾ? O2വിനേക്കാൾ. അങ്ങനെ അധികം വന്നു കഴിഞ്ഞാൽ
നമുക്കറിയാം ആൻറ്റി ബോണ്ടിങ്ങിൽ ഒരു ഇലക്ട്രോൺ കൂടി അധികം വരും. പൈ സ്റ്റാർ 2p(x)ൽ 2 ഇലക്ട്രോൺ വരും. ക്ലിയർ അല്ലേ? കൊടുക്കുക. അപ്പോൾ ബോണ്ട് ഓർഡർ 1.5 ആവും. ക്ലിയർ? മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. O2, O2 2-, O2-, O2+ എന്നീ 4 സ്പീഷീസുകളുടെയും ബോണ്ട് ഓർഡർ കാണണം. അപ്പോൾ ഇതിൻ്റെ ഒരു പാരൻറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ആരാണ്? O2 ആണ്. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മോഡൽ എഴുതിയിട്ടുണ്ട്. ശരി തന്നെയല്ലേ? നോക്കുക. σ1s2, σ*1s2, σ2s2, σ*2s2, σ2pz2, π2px equal to π2py, that is 2 π*2px1 π*2py. ഒരു കാര്യം ഉറപ്പായി, ഇത് പാരാമാഗ്നറ്റിക് ആണ്, കാരണം അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ഏതായാലും ആട്ടെ, O2ൻ്റെ കോൺഫിഗറേഷനിൽ നോക്കുക. NB എത്ര? 10. NA എത്ര? 6. NA എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഉള്ളതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നുള്ള 6. ഓക്കെ അല്ലേ? അപ്പോൾ 10 - 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി O2+ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ കുറയും. ഒരു ഇലക്ട്രോൺ കുറയും എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് പോവുക? π*2py എന്നൊരു ഇലക്ട്രോൺ പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തായി? ആൻറ്റി ബോണ്ടിങ്ങിൽ ഒരു ഇലക്ട്രോൺ കുറഞ്ഞു. അതായത് 10 - 5/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5. റെഡി അല്ലേ? അടുത്തത് ബോണ്ട് ഓർഡർ ഓഫ് O2- ഒരു ഇലക്ട്രോൺ അധികം വരുന്നത്. അധികം വന്നു കഴിഞ്ഞാൽ π*2px-ലാണ് ഒന്ന് അധികം വരിക. അപ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിൽ ഒന്ന് അധികം വന്നു. ഒന്ന് അധികം വന്നാൽ 10 - 7/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5. റെഡി? ബോണ്ട് ഓർഡർ ഓഫ് O2-, പ്രത്യേകം ശ്രദ്ധിക്കണം, O2-, ആണ്. O2-, ആകുമ്പോൾ O2ലേക്ക് 2 ഇലക്ട്രോൺ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇലക്ട്രോൺ അധികം വരുമ്പോൾ ആ ഇലക്ട്രോൺ എവിടേക്കാണ് വരിക? പൈ കോൺഫിഗറേഷൻ നോക്കുക. മുകളിലെ π*2px-ൽ1 π*2py-ൽ1 ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 2 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ π*2px-ൽ ഒരു ഇലക്ട്രോണോട് അധികം വരും, π*2py-ൽ ഒരു ഇലക്ട്രോൺ അധികം വരും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അത് ഡയാമാഗ്നറ്റിക്കായി മാറി. O2-, ഡയാമാഗ്നറ്റിക് ആണ്. മാത്രമല്ല π*2px-ൽ 2 ഇലക്ട്രോൺ അധികം വന്നു. അതായത് സ്റ്റാറിൽ 2 ഇലക്ട്രോൺ അധികം വന്നു. അപ്പോൾ എത്ര വന്നു? ആൻറ്റി ബോണ്ടിങ്ങിൽ 8 ഇലക്ട്രോണായി. അപ്പോൾ 10 - 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. O2-, ഡയാമാഗ്നറ്റിക് ആണ് എന്ന് പ്രത്യേകം ഓർക്കുക. O2-ഉം O2-ഉം O2+ഉം പാരാമാഗ്നറ്റിക് ആണ് എന്നും ഓർക്കുക. നല്ല ഒരു ക്വസ്റ്റ്യനാണ്, നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബോണ്ട് ഓർഡറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 3 ഇൻഫർമേഷനാണ് ബോണ്ട് ഓർഡർ നമുക്ക് ലഭിച്ചാൽ കിട്ടുക. ഒന്ന്, മോളിക്യൂളുടെ സ്ഥിരത പറയാൻ പറ്റും. ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയാൽ ആ മോളിക്യൂൾ സ്റ്റേബിളാണ്. ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ നെഗറ്റീവോ ആയി വരികയാണെങ്കിൽ ആ മോളിക്യൂൾ അൺസ്റ്റേബിളാണ്. ഓക്കെ, സ്ഥിരതയില്ലാത്തതാണ്. ആ മോളിക്യൂൾ സ്റ്റേബിൾ ആവാൻ ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. രണ്ടാമത്തെ പോയിൻ്റ്, ബോണ്ട് സ്ട്രെങ്ത്തിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടും. ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് ബോണ്ട് സ്ട്രെങ്ത്തും കൂടും. ബോണ്ട് സ്ട്രെങ്ത്ത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. മൂന്നാമത്തെ കാര്യം, ബോണ്ട് ലെങ്ത്തിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടും. എന്താണ്? ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത്ത് കുറയും. അതായത് ബോണ്ട് ലെങ്ത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. നന്നായി ഓർത്തിരിക്കുക. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബോണ്ട് ഓർഡർ? ഒന്ന്, സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. 2, ബോണ്ട് സ്ട്രെങ്ത്ത് പറയാൻ പറ്റും. കാര്യം, ബോണ്ട് സ്ട്രെങ്ത്ത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. മൂന്നാമത്, ബോണ്ട് ലെങ്ത്ത് പറയാൻ പറ്റും. ബോണ്ട് ലെങ്ത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. ഓക്കെ, നേരത്തെ പരീക്ഷയ്ക്ക് വന്ന വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. Ne2 മോളിക്യൂൾ, നിയോണിൻ്റെ ഡയാറ്റോമിക് മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ ഒരു മോളിക്യൂൾ നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട്? കാര്യം എന്താണ്? ഒറ്റ ഉത്തരം നമുക്ക് പറയാം, അത് ബോണ്ട് ഓർഡർ 0 ആണ്. എങ്ങനെയാണ് അതിൻ്റെ ബോണ്ട് ഓർഡർ 0 ആയത് എന്ന് നമുക്കൊന്ന് ആ സ്ക്രീനിലേക്ക് നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. നിയോണിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? അതിൻ്റെ കോൺഫിഗറേഷൻ എന്താ? 1s2, 2s2, 2p6, അതായത് 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ Ne2 മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 20 ഇലക്ട്രോൺ ഉണ്ടാവും. അതിൻ്റെ കോൺഫിഗറേഷൻ നോക്കൂ സ്ക്രീനിൽ. σ1s2, σ*1s2, σ2s2, σ*2s2, σ2pz2, π2px2,
x2, pi 2p y2, pi star 2p x2, pi star 2p y2, sigma star 2p z2. Therefore NB എത്ര 10, NA എത്ര 10. Therefore bond order is half into 10 minus 10, that is equal to 0. Clear? അതായത് ബോണ്ട് ഓർഡർ 0 ആയതുകൊണ്ട് Ne2 മോളിക്യൂൾ ഈസ് അൺസ്റ്റേബിൾ ആൻഡ് നോട്ട് എക്സിസ്റ്റ്. ക്ലിയർ? അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം വലതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, കാണുക. ഓക്കെ, 2016 വന്നൊരു ക്വസ്റ്റ്യനാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. O2 മൈനസിൻ്റെയും O2 2 മൈനസ് മോളിക്യൂളിൻ്റെയും ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ ചെയ്ത് കാണുന്നുണ്ടോ? അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടിട്ടുണ്ട്, അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ, എന്തുകൊണ്ടാണ് പാരാമാഗ്നറ്റിക് ആവുന്നത്, എന്തുകൊണ്ടാണ് ഡയമാഗ്നറ്റിക് ആവുന്നതെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം മറ്റൊരു വർഷം ചോദിച്ചിരുന്നു, അതുകൊണ്ട് അതും ഈ ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ അതിൻ്റെ ചിത്രവും കാണാം. ഓക്കെ, ക്ലിയർ? വരച്ച് പഠിക്കുക. 2011 വന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ കാണുക. H2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ കാണുക. ഹൈഡ്രജൻ H2 മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഉണ്ടാവും. അപ്പോൾ കോൺഫിഗറേഷൻ എന്താ? സിഗ്മ 1s2. ഹൗ മെനി? NB ഈസ് ഈക്വൽ ടു 2. വാട്ട് ഈസ് Na? 0. വൈ? സ്റ്റാർ ഉള്ള ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഇല്ല. ദെയർഫോർ NB is 2. അപ്പോൾ 2 minus 0 by 2, that is equal to 1. Bond order is 1. Is it diamagnetic? Yes, diamagnetic. അല്ലേ? ഫുള്ളി പെയർഡ് ആയതുകൊണ്ട്. ക്ലിയർ? ഈ മോളിക്യൂൾ സ്റ്റേബിൾ ആണോ? സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ട്? ബോണ്ട് ഓർഡർ 1 ആണ്, അതായത് പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് H2 മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. ക്ലിയർ? 2014 മാർച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഫ്ലോറിൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക. കണ്ടോ? സ്ക്രീനിലേക്ക് നോക്കൂ. F2 മോളിക്യൂളിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 18 ഇലക്ട്രോൺ ഉണ്ടാവും. അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ഈസ് ഇറ്റ് ഡയമാഗ്നറ്റിക് ഓർ പാരാമാഗ്നറ്റിക്? ഡയമാഗ്നറ്റിക് ആണ്. ഫുള്ള് പെയർഡ് അല്ലേ? ഓക്കെ, NB എത്ര? 10. Na എത്ര? 8. Therefore half into 10 minus 8, that is equal to 1. That is the bond order. Is it stable? Stable ആണ്. എന്തുകൊണ്ട്? ബോണ്ട് ഓർഡർ പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. വളരെ സന്തോഷം. മുൻ ക്ലാസ്സുകളൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ചു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിലും നിങ്ങൾ സന്തോഷം അറിയിച്ചതിലുമൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.